ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ HSA എക്സാമിൻ്റെ പ്രധാനപ്പെട്ട GK പോർഷൻസ്. ഇവ പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം HSA എക്സാം നമുക്കറിയാം, എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. വളരെ അടിപൊളിയായിട്ട് എക്സാം പ്രിപ്പറേഷനും എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം പഴയകാല ചോദ്യങ്ങൾ HSAക്കൊക്കെ എന്താണ് ചോദിച്ചത്. ഈ പഴയകാല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് 2016 മുതലുള്ള HSAക്ക് GKയിൽ ചോദിച്ച ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുക. ഇതൊരു വലിയ ബേസ് തൊട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, വീഡിയോസ് മുഴുവനായിട്ട് കാണാനും ശ്രദ്ധിക്കുക. ഫസ്റ്റ്, നിയാൻഡർ വാലി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇതാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ജർമ്മനി, ചൈന, ആഫ്രിക്ക, ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് HSA നാച്ചുറൽ സയൻസിലെ 609/2023. അത് എക്സാം നടന്നത് നമ്മുടെ 2024 ഈ എക്സാം നടക്കുകയും ചെയ്തു. ഒരു സ്പെഷ്യൽ എക്സാമായിട്ട് നടന്ന എക്സാമാണ്. അപ്പം നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസ് 1, 2, 3 എന്ന് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചേക്കുന്നത്? ഇങ്ങനൊരു പോർഷൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു, നമുക്കറിയാം. നമ്മൾ പക്ഷേ പാഠപുസ്തകം GKക്ക് വേണ്ടി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന് മനസ്സിലാക്കി തരിക. SCERT ടെസ്റ്റുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. 5 മുതലുള്ള വായന SCERTയിൽ ആവശ്യമാണ്. ഒരു കാരണവശാലും SCERT എനിക്ക് GKക്ക് പഠനത്തിന് സഹായിക്കില്ല എന്ന് കരുതരുത്. നമുക്കറിയാം, നമ്മുടെ പാർട്ട് 1 പേപ്പറിലെ 20 മാർക്കിൽ എന്തൊക്കെയാണ് ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പാർട്ടാണ്, അതോടൊപ്പം തന്നെ റിനൈസൻസ് ഒരു പാർട്ടാണ്. ബട്ട് അവിടെ GK പോർഷൻസ് SCERTയിൽ നിന്നും ചോദിക്കാം. ഇവിടെ ഈ നിയാൻഡർ വാലി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നേരത്തെ ആ പദത്തിൻ്റെ ഒറിജിനും ഒക്കെ പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഈ വേർഡിൻ്റെ ഒറിജിനും ഒക്കെ മനസ്സിലായ ഒരു ഉദ്യോഗാർത്ഥിക്ക്, അല്ലേ? ഇതിൻ്റെ ആൻസർ എന്തായിട്ടാണ് വരുന്നത്? ജർമ്മനിയാണ് വരുന്നത്, അല്ലേ? ജർമ്മനിയാണ് വരുന്നത്. ആ ടയറിൽ ഈ പുസ്തകം വായിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലായിരിക്കാം. പക്ഷെ അതല്ലാതെ കേരള റിനൈസൻസിൽ എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലെ GKയിൽ നിന്ന് ഈ ഭാഗം വന്നിരിക്കുന്നത് എന്ന് ആലോചിച്ചിരിക്കുന്ന ചിലവരുണ്ടാവും. അവരോടാണ് പറയുന്നത്, പഠനം തുടങ്ങേണ്ടത് SCERTയിൽ നിന്ന് തന്നെ തുടങ്ങുക. എന്നാൽ എല്ലാ പാഠഭാഗങ്ങളും വായിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഓരോ പോർഷനെ ബേസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് PSCയുടെ ഒരു കോർ ഏരിയയാണ്, അല്ലെ? ലോക ചരിത്രം പഠിക്കുന്ന ഭാഗമായിട്ട് നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്, അല്ലേ? അപ്പം ഈ പറയുന്ന സിന്ധു നദീതട സംസ്കാരം, ഹാരപ്പൻ, വെങ്കലം, ഇതൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള ഭാഗമാണ്. അപ്പം നിങ്ങളുടെ സിലബസിൽ എന്താണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തും നോക്കണം, PSCയുടെ മാറി മാറി വരുന്ന ട്രെൻഡ്സുകളൊന്നും നോക്കണം. കാരണം GK ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കടന്നു വരാം. ദെൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, പാഠം ഓൺലി 1 മാത്രമാണ്. ദ നെയിം നിയാൻഡർതാൽ കംസ് ഫ്രം ദ ജർമ്മൻ വേർഡ് ടാൽ വിച്ച് മീൻസ് വാലി. ഞാനതാ പറഞ്ഞ ഒരു ഒറിജിൻ അറിയാവുന്നവർക്ക് ഒരു വലിയ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഫസ്റ്റ് നിയാൻഡർ ഫോസിൽസ് ഡിസ്കവേർഡ് ചെയ്തത് എന്താ? നിയാൻഡർ വാലി ഈസ് എ ഫേമസ് ഫോർ ബീങ് ദ സൈറ്റ് വെർ ദ ഫസ്റ്റ് നിയാൻഡർതാൽ ഫോസിൽസ് വെയർ ഡിസ്കവേർഡ്. ഈ ഒരു പോയിന്റ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. പഠിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ഇനിയും GK ഇങ്ങനെ വാരി വലിച്ച് പഠിക്കേണ്ടതുണ്ടോ? എത്ര മണിക്കൂർ ഒരു സമയം പഠനത്തിൽ GKക്ക് വേണ്ടി മാറ്റിവെക്കണം? നിങ്ങളൊരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, എനിക്ക് HSA വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യത്തിൽ. ഇനി സബ്ജക്റ്റ് എക്സ്പേർട്ട് അല്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് സബ്ജക്റ്റിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. കാരണം നമുക്കറിയാം 80:20 ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റിലെ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ നിങ്ങളുടെ സബ്ജക്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു കോൺഫിഡൻസ് വളരെ ചെറിയ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും നിങ്ങൾ കവർ ചെയ്യേണ്ടത് +1, +2 തൊട്ടുള്ള ബുക്കുകളാണ് എങ്കിൽ GK പോർഷനിൽ ഞാൻ പറയുന്നു 5ാം ക്ലാസ് തൊട്ടുള്ള പഠന സാമഗ്രികൾ നിങ്ങൾക്ക് ആവശ്യമാണ്.
GK-യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ മാറി വരുന്ന ചോദ്യ പാറ്റേണുകൾ ഇതിൽ നിങ്ങളുടെ HSAയുടെ GK പാർട്ടിലും അഫക്റ്റ് ആയിട്ട് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങളുടെ PSCയുടെ ഫസ്റ്റ് GK പാർട്ടിലും പ്രതിഫലിക്കും. പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തുമായിട്ട് അവെയർ ആയിരിക്കുക, ഈയിടെ നടക്കാൻ പോകുന്ന എല്ലാവിധ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കണ്ട് പരിശീലിക്കുക. അത് നിങ്ങളുടെ GK പഠനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകും. മറന്നു പോകരുത്, അതൊരു കൃത്യമായ സ്റ്റഡി സ്ട്രാറ്റജി തന്നെയാണ്. 5th to onwards സ്റ്റഡി SCRT സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ യുവർ എക്സാംസ്. എവിടെയായിരിക്കണം? നമ്മുടെ GK പാർട്ടിലെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയും ഫെമിലിയർ ചെയ്യുകയും ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ചൂസ് ദ റൈറ്റ് വൺ ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇത് ആയുഷ്മാൻ ഭാരത് ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമുക്ക് പ്രോഗ്രാംസ് ചോദിക്കാറുണ്ട്. 2 types ഓഫ് പ്രോഗ്രാംസ് ആയിരിക്കും ചോദിക്കുന്നത്. ഒന്ന് കേരള ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ചോദിക്കും, 2 യൂണിയൻ ഗവൺമെന്റ് പ്രോഗ്രാംസ് ചോദിക്കും. ഇനിയും പ്രോഗ്രാംസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കണം. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷൻ എപ്പോഴും നമുക്ക് നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ഇനി അതുമാത്രമല്ല ചോദിക്കുന്നത്, സാമൂഹ്യനീതി വകുപ്പ്, അതോടൊപ്പം തന്നെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാംസ്, അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി കൊടുക്കുന്ന പ്രോഗ്രാംസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഇപ്പം യൂണിയൻ ഞാൻ എപ്പോഴും കാണുന്നതിൽ ഒരു 60-40 റേഷ്യോ എന്ന് പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 ആയിരിക്കാം കേരള ഗവൺമെൻറ് പ്രോഗ്രാംസ് വരുന്നത്. 60 പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും എന്തായിരിക്കും? നാഷണൽ ലെവലിലുള്ള യൂണിയൻ ഗവൺമെൻറ് പ്രോഗ്രാംസ് ആയിരിക്കും വരുന്നത്. ഈ യൂണിയൻ ഗവൺമെൻറ് പ്രോഗ്രാംസ് സ്വാഭാവികമായും ഉദ്യോഗാർത്ഥികൾ കുറച്ച് മാത്രമേ പഠിച്ചു വെക്കാറുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസോഴ്സസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും PIB പോലുള്ള കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക, PIB പേജുകൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ന്യൂസ് പേപ്പർ റീഡിംഗ് ഉണ്ടായിരിക്കണം. ബഡ്ജറ്റിൽ പരാമർശിക്കുന്ന മിനിമം ബഡ്ജറ്റിൽ പരാമർശിക്കുന്ന യൂണിയൻ ഗവൺമെൻറ് പ്രോഗ്രാംസ്, പിന്നെ അതോടൊപ്പം തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. യൂണിയൻ ഗവൺമെൻറ് കേസിൽ വരുമ്പം ഹെൽത്ത്, എഡ്യൂക്കേഷൻ തുടങ്ങിയ ഭാഗങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പം വൃത്തിയാക്കൽ പ്രോഗ്രാംസ് ഇല്ലേ, നദികൾ വൃത്തിയാക്കുക, സാനിറ്റേഷൻ പ്രോഗ്രാംസുകളെല്ലാം തന്നെ അങ്ങനെയുള്ള ക്യാമ്പയിൻസ് എപ്പോഴും ഗവൺമെൻറ് ഊന്നൽ കൊടുക്കാറുണ്ട്. ആ ഇടയ്ക്ക് 6 മാസത്തിനുള്ളിൽ പത്രത്തിൽ പരാമർശിക്കുന്ന, നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിനെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കുക? പത്രം വായിക്കുന്ന ശീലമുള്ള ഉദ്യോഗാർത്ഥിക്ക് ഇപ്പം ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരിക്കും, കുംഭമേളയെ പറ്റി വാർത്തയുണ്ട്. അപ്പം അതിൽ ഗവൺമെൻറ് കൃത്യമായി ഒരു വലിയ പരസ്യം കൊടുത്തിരിക്കുകയാണ്, അതിലൊരു പദ്ധതി പരാമർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ പദങ്ങൾ കാണുമ്പോൾ ആ പദങ്ങൾ അങ്ങ് എഴുതി വെക്കുക. എന്താണ് ആ പദ്ധതി? ഓക്കെ, ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ടത് വെറും സ്റ്റാർട്ടിംഗ് ഡേറ്റോ എൻഡിങ് ഡേറ്റോ മാത്രമായിരിക്കില്ല. പർപ്പസ്, എയിം, എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി നടത്തുന്നത്, ആരൊക്കെയാണ് ടാർഗറ്റഡ് ഓഡിയൻസ്, ഒരു പദ്ധതിയുടെ ടാർഗറ്റഡ് ഓഡിയൻസ്. കുട്ടികളാകാം, 65 വയസ്സിന് മുകളിലുള്ളവരായിരിക്കാം. പിന്നെ അവിടെ രണ്ടാമത്തെ പോയിന്റ്, ആർക്കാണ് ഈ പദ്ധതി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർക്ക് കാറ്റഗറി മനസ്സിലായി അല്ലേ? ഇനിയും അവിടെ വീണ്ടും അവരെ സബ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ? 65 വയസ്സിന് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം വീണ്ടും അവിടെ ഒരു സബ് കാറ്റഗറി ഉണ്ടാകും. എന്തായിരിക്കും ആ കാറ്റഗറി? ഇവരുടെ ഇൻകം ചിലപ്പം ഇത്ര ലക്ഷത്തിന് താഴെയായിരിക്കാം. ഓക്കെ, അതായത് ചിലപ്പോൾ അവരെ സബ് കാറ്റഗറിയിൽ പെടുന്നത് എങ്ങനെയായിരിക്കാം? 65 വയസ്സിന് മുകളിൽ ചിലപ്പം ഇൻകത്തെ ബേസ് ചെയ്ത് സബ് കാറ്റഗറി ഉണ്ടാകാം, ചിലപ്പം കാസ്റ്റിനെ ബേസ് ചെയ്ത് കാറ്റഗറി ഉണ്ടാകാം, ചിലപ്പോൾ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ സബ് കാറ്റഗറി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി എടുത്തു, സബ് കാറ്റഗറി എന്താണെന്ന് ഡിവിഷൻ മനസ്സിലാക്കുക. ആ ഡിവിഷനിൽ 1, 2, 3 പോയിന്റ്സ് ഉണ്ടെങ്കിലും ആ സബ് കാറ്റഗറി എന്ന് പറയുന്ന പോയിന്റ്സിലേക്ക് അതൊക്കെ എഴുതി വെക്കുക. ഇനി എന്താണ് പർപ്പസ് മനസ്സിലാക്കി, ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ, പ്രധാനപ്പെട്ടതാണ്. ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നത് അല്ലേ? അപ്പം 3 പ്രധാനപ്പെട്ട പോയിന്റ്സ് കിട്ടി. എന്താണ് ഇനി അവിടെ വീണ്ടും ഏത് വകുപ്പാണ് നടപ്പിലാക്കുന്നത്? ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പെന്ന് ഞാൻ പറഞ്ഞു, ആ വകുപ്പിനെ അസോസിയേറ്റ് ചെയ്യുന്ന വല്ല ഫാക്റ്റ് ഉണ്ടോ? ചില സമയങ്ങളിൽ ഇത് ലോകബാങ്ക് ഫണ്ട് കൊടുക്കും, യുനിസെഫ് കൊടുക്കും, ഇങ്ങനെ പല കാര്യങ്ങൾ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അവിടെ എന്തെങ്കിലും
ഓക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടെങ്കിൽ ആരാണ് നടത്തിപ്പുകാരോടൊപ്പം ഇതും അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, ഇനിയും പ്രധാനമായും ഈ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉപപദ്ധതികൾ വരുന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് അങ്ങ് എഴുതി ശീലിക്കുക. ചിലപ്പം ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അംഗനവാടികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പ്രോഗ്രാംസ് വരുമ്പോൾ എത്ര ഗ്രാം പ്രോട്ടീനാണ് കൊടുക്കുക, പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിലൊക്കെ വരുമ്പോൾ അപ്പോൾ കൊടുക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ അളവുകൾ, ഇതൊക്കെയും പോയിന്റ്സ് ഫിഗറിലുള്ള കണക്കുകളാണ് എങ്കിൽ അതൊക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ആദ്യം തൊട്ടേ പഠിക്കുക. പക്ഷെ ഇങ്ങനെ ഞാൻ പറയുന്ന ഈ ഒരു 5-6 പോയിന്റ്സ് ചെറിയ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, വൺസ് ഇത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ പദ്ധതികൾ മാത്രമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സഹായകരമാകും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കുന്ന ആ ഒരു പോയിന്റ്സ്, സ്കീംസ് എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോകണം. അത് ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. ദെൻ നമ്മളിവിടെ മനസ്സിലാക്കുക, യൂണിയൻ ഗവൺമെന്റ് ലോഞ്ച് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ ഓൺ മാർച്ച് 25, 2022. Then its purpose is to strengthen healthcare infrastructure across the country. It meant to be implemented in each district of the country. Okay, നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. As a part of this program, as the national level and integrated health information platform, IHIP will be established. സോഷ്യൽ സയൻസുകാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2022 കാറ്റഗറി നമ്പർ 343 വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൽ വർഷം ചിലപ്പോൾ തെറ്റിച്ചു കൊടുക്കാം, ചിലപ്പോൾ പർപ്പസ് തെറ്റിച്ചു കൊടുക്കാം, പക്ഷേ പോയിന്റ്സ് ക്ലാരിറ്റിയോടുകൂടി തന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസറും ഓപ്ഷൻസ് ഇങ്ങനെ തന്നെയായിരുന്നു ഇട്ടത്. 1, 2, 3, 4 എന്നൊക്കെ തന്നെയാണ് ഇടുന്നത്. ഇതിന് 1 ഇല്ല, കൊടുത്ത വർഷം തെറ്റായിട്ടായിരുന്നു ഇവിടെ കൊടുത്തത്. 2, 3, 4 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം 2018 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയേ, all address health issues at all levels, primary, secondary and tertiary. It has 2 components. അതിന് താഴെ എന്തൊക്കെ കമ്പോണൻസ് വരുന്നുണ്ട് അത് ഇങ്ങനെ തന്നെ എഴുതിക്കാം. ഇയർ വന്നു, ആര് നടപ്പിലാക്കി, എന്തൊക്കെയാണ് അതിന്റെ സബ് ഹെഡിങ്ങിൽ വരുന്നത് അല്ലെ. അവിടെ അപ്പൊ ചിലപ്പം PMJAY ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. PMJAY എന്താണ് PM? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ചില സമയത്ത് അബ്രിവേഷൻസ് ചോദിക്കാം. ഓക്കെ, നോക്കിക്കോളൂ അബ്രിവേഷൻ. earlier known as the National Health Protection Scheme, NHPS. What do you mean by NHPS? ഓക്കെ, ഇനി നോക്കിക്കേ, ചിലപ്പോൾ ഇതിന്റെ പഴയ പേരാണ്. ഇത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിന്റെ ഈ ക്വസ്റ്റ്യനെ ഇച്ചിരിയും കൂടെ ഹാർഡർ ലെവലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ഫോം ചെയ്യാം. എന്താ? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ മിഷൻ, earlier known as the National Health Protection Scheme, ശരിയാണോ? അപ്പം ഒരു സ്കീമിന് എപ്പോഴും സ്കീംസിന് എന്തായിരിക്കും, പഴയകാല നെയിമുകളൊക്കെ റീനെയിം ചെയ്യും. ഇപ്പം ഞാൻ സ്കീം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിന് പഴയ ചരിത്രം വെച്ചേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ. ചിലപ്പോൾ 2 സ്കീം ഒരുമിച്ച് വരും. ഓക്കെ, പിന്നീട് ഈ സ്കീം എന്തായിരിക്കും, ഇതിൻ്റെ പുതിയ പേരാകുമ്പം, കാരണം ഗവൺമെൻറ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പേരുകളും ഒക്കെ മാറും. ഇതൊക്കെ നമുക്ക് ഓരോ ഗവൺമെൻറ് സമയത്തും ഉണ്ടാകുന്നതാണ്. ആ സാധനത്തിന് വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ആ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞിരിക്കും. ഒരു കാറ്റഗറിക്ക് വീടുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആ പ്രോജക്റ്റിനെ ചിലപ്പോൾ അവരുടെ മറ്റൊരു ഇഷ്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് ഇവിടെ തന്നെ അങ്ങനെയാണ്. ഇപ്പം ചരിത്രം, ഈ പ്രോഗ്രാമിൻ്റെ ചരിത്രം ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിലാക്കി വേണം അവിടെ പഠിച്ചു പോകാൻ. ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്റേഴ്സ്, HWCS, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേരുകളും നോക്കി പോവുക. ദെൻ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാംസിൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനി നമ്മുടെ പക്കാ GK പോകുകയാണെങ്കിൽ നോക്കിക്കേ, സ്വദേശാഭിമാനി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളை. ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടിരിക്കുന്നത് ശരിക്കും എന്താണ് ചോദിക്കുന്നത്, പത്രങ്ങൾ, നോവലുകൾ, പുസ്തകങ്ങൾ, പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ ഒരാളുടെ സംഭാവനകൾ, അതായത് റിനൈസൻസ് ലീഡേഴ്സ് റിലേറ്റഡ് ടു ദെയർ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ആ പോർഷനിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് തന്നെ അത് ചേരുംപടിയായിട്ടോ പുസ്തകങ്ങളായിട്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും അതിനെ ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു 3-4 പുസ്തകങ്ങൾ മാത്രം പഠിച്ചു വെച്ചിട്ട് അവിടെ രക്ഷയില്ല. അവിടെ റിപ്പീറ്റ് ചെയ്ത് ചിലപ്പം നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ചധികം വായിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു ടയറിൽ കണ്ടെത്തേണ്ടത് മാക്സിമം പുസ്തകങ്ങൾ എന്തിനെ പറ്റിയാണ് പുസ്തകങ്ങൾ പ്രതിപാദിക്കുന്നത്. ചിലപ്പം
ഒരാളുടെ തന്നെ അയാളുടെ കോൺട്രിബ്യൂഷൻ മുഴുവനായിട്ടും ചോദിക്കാം. HSAയുടെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നത് റീസെൻ്റ്ലി കാണുന്നത് കോൺട്രിബ്യൂഷൻ റിലേറ്റഡ് ആണ് കൂടുതലും കാണുന്നത്. കോൺട്രിബ്യൂഷൻ ഒരു വ്യക്തി അവരുടെ കോൺട്രിബ്യൂഷൻ. സോ അവരെന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, റിനൈസൻസ് ലീഡേഴ്സ് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ കൃത്യമായ ക്ലാരിറ്റി വേണം. തീർച്ചയായിട്ടും റെഫർ ചെയ്യാവുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ PSC ബുള്ളറ്റിൻ റെഫർ ചെയ്യാൻ സാധിക്കും. മറന്നു പോകരുത്, PSC ബുള്ളറ്റിൻ്റെ ഞാൻ പറയുന്നത് മാഗസിൻസ് തൊട്ട് കളക്ട് ചെയ്യുക. പഴയ ഓൾഡ് കോപ്പിയൊക്കെ ഈ PSC പഠിച്ച ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും. അത് എവിടെ കിട്ടിയാലും ഒന്ന് വായിച്ച് നോക്കുക. വായന കാട് കയറരുത് എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്പി ആയിരിക്കുക. ദെൻ PSCയുടെ കേരള ചരിത്രം പഠിപ്പിക്കുന്ന 2-3 ബുക്കുകളുണ്ട്, ഇന്ത്യ ചരിത്രം പഠിപ്പിക്കുന്ന ബുക്കുകളുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യണം. മസ്റ്റ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തിൽ കൃത്യമായി മലയാളത്തിലാണ് ബുക്കുകൾ. യു ക്യാൻ റീഡ്. ബട്ട് നമുക്ക് അതിൻ്റെ നോട്ട്സ് വലിയ പ്രശ്നമൊന്നുമില്ല. മലയാളത്തിൽ ഈ നോട്ട് കണ്ടാലും ഇംഗ്ലീഷിൽ നോട്ട് കണ്ടാലും അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പോർഷൻസേ ഉള്ളൂ. അത് വായിച്ച് മുന്നോട്ട് പോകുക. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ടൈപ്പിൽ കേരള ദർപ്പണമുണ്ട്, മലയാളിയുണ്ട്, മലയാള രാജ്യമുണ്ട്, പിന്നെ കേരളമുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഇവിടെ എന്താണ് HSA സോഷ്യൽ സയൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1 to 4 മാത്രമാണ് നമ്മുടെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അല്ലെ, ബന്ധപ്പെട്ട മാഗസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്വദേശാഭിമാനിയെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പത്രങ്ങളാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പഠിക്കണം. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എവിടെ നിന്നാണ്, എന്നാണ് ഡേറ്റ്, എവിടെ നിന്ന് സ്ഥാപിച്ചു. ചിലപ്പം അവിടെ എന്തായിരിക്കും, ചില ഭാഷകൾ പറയുന്നുണ്ടായിരിക്കാം. പഴയകാല പത്രങ്ങളിലൊക്കെ പറയുമ്പോൾ ചില ഭാഷകൾ, ചില ലിപികൾ, ഇതൊക്കെ പറയുന്നുണ്ടാകും. അതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. ചില പുസ്തകങ്ങളിലാണെങ്കിൽ ഇപ്പം കേരള ചരിത്രത്തിൻ്റെ സ്രോതസ്സുകളാണ് പഠിക്കുന്നതെങ്കിൽ ഉണ്ണിയേച്ചി ചരിതം പോലുള്ള പുസ്തകങ്ങളിലൊക്കെ ആണെങ്കിൽ ചില കോൺട്രിബ്യൂഷൻസിനെ പറ്റി പറയും. ഇതൊക്കെയും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ സ്രോതസ്സുകൾ എന്നുള്ള ഭാഗം കറക്റ്റായിട്ട് തന്നെ ഓർത്ത് വെക്കുക. ദെൻ എനിക്ക് പ്രധാനമായും എല്ലാവരോടും പറയാനുള്ളത്, HSA ഒരു വലിയ സ്വപ്നമാണ് പലരുടെയും. LP UP നമ്മുടെ കൈവിട്ടു പോയപ്പോഴും ഒക്കെ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത HSA പിടിക്കാം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് ഒരുപാട് പേര് ഇരുന്നത്. ഹൈസ്കൂൾ അധ്യാപകരാകണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സ്കൂളിലേക്ക് നിങ്ങൾ കണ്ട നിങ്ങളുടെ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ആ ഇറങ്ങിയ സ്കൂളിലേക്ക് തിരിച്ച് നമ്മളൊരു ഹൈസ്കൂൾ അധ്യാപകരായി തിരിച്ച് ചെല്ലുന്ന ആ വിഷ്വൽ മനസ്സിലുണ്ടാവണം, എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. ആ വിഷ്വൽ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ കണ്ട സ്വപ്നം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ വിഷ്വൽ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി എല്ലാവരും മെനക്കെടുകയും ചെയ്യണം. ഒരു ദിവസേന ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്റ്റഡി ടേബിളിൽ ഈ ഒരു നിങ്ങളുടെ വിഷനും വിഷ്വലും കൃത്യമായി തന്നെ നിങ്ങൾ സ്റ്റഡി ടേബിളിൽ പ്രസ് ചെയ്യുക, ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം അതിനു വേണ്ടിയുള്ള പ്രയത്നം ഇന്ന് തന്നെ തുടങ്ങുക. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുവിധ ലാസ്റ്റ് മൊമെൻറ്റിലെ പ്രഷർ ഒന്നുമില്ലാതെ തന്നെ എക്സാമിലേക്ക് നടന്നെടുക്കാൻ പറ്റും. ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ വളരെയധികം പ്രഷർ അനുഭവിക്കുകയും ഒരു ഹറിബറി പേടിച്ച് പരീക്ഷയ്ക്ക് പോവുകയും ചെയ്യേണ്ട. കയ്യിലുള്ള മാസങ്ങളെ, മിനിമം 6 മാസത്തിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. 4 മന്ത്സ് കൊണ്ട് ഫസ്റ്റ് ടയറിലെ റിവിഷൻ കഴിയുന്നു, 2 മന്ത്സ് കൊണ്ട് സൂപ്പർ റിവിഷൻ കഴിയുന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ കുറച്ചധികം മോഡൽ എക്സാംസ്, 10-30 മോഡൽ എക്സാംസ് എഴുതി നോക്കുന്നു. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുമ്പം അത്യാവശ്യം നമുക്കൊരു ഉറപ്പുണ്ടാകും, ഞാൻ ഈ ലിസ്റ്റിലുണ്ടാകും. പരീക്ഷാ കോളിൽ കയറുന്നതിന് എത്ര പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും എനിക്കതിനകത്ത് നെഗറ്റീവ് എന്താ, പരീക്ഷ പ്രയാസമാണെങ്കിൽ സ്വാഭാവികമായും ചില ക്വസ്റ്റ്യൻസ് നമുക്കറിയാതെ വരും. പക്ഷെ എന്നിരുന്നാലും ടൈം മാനേജ്മെൻറ്റും എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യുകയും നെഗറ്റീവ് വരുത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടും. ആ ഒരു വളരെ കോൺഫിഡൻറ്റോട് ചെല്ലണമെങ്കിൽ നമ്മൾ കുറച്ചധികം പരീക്ഷകളെ കൈകാര്യം ചെയ്യണം. പരീക്ഷയ്ക്ക് വേണ്ടത് മാത്രമേ പഠിക്കാവൂ. പല ഉദ്യോഗാർത്ഥികളും ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ടോപ്പിക് അറിയാം, ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് ബേസിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസിന് ഒരു ക്ലാരിറ്റി കൊടുക്കത്തില്ല. ടോപ്പ് ലെവലിലെ മാത്രം ക്വസ്റ്റ്യൻസ് നോക്കും. മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും PSC പരീക്ഷ എന്ന് മനസ്സിലാക്കുക. PG ഡോക്ടറേറ്റ് മാത്രമുള്ള ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടല്ല HSA നടത്തുന്നത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഡിഗ്രി ലെവലിലെ ഒരു ഉദ്യോഗാർത്ഥിയെ പരിഗണിച്ച് തന്നെയായിരിക്കും ചോദ്യപേപ്പർ നിങ്ങളിലേക്ക് എത്തിക്കുക. സോ
അത് മനസ്സിൽ വെച്ച് വേണം നിങ്ങളുടെ പഠനം. പഠനത്തിൽ ഒരിക്കലും ചെയ്യരുതാത്തത് PSCയിൽ റാങ്ക് കിട്ടാതെ പോകുന്ന പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നത് കാടടിച്ച് പഠിക്കുക എന്നുള്ള ഒരു പ്രവണത കൊണ്ടാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ആകുക. PSC പഠനത്തിൽ സിസ്റ്റമാറ്റിക് ആവണം. നമ്മളെപ്പോഴും ഒരു സർക്കിളായിട്ടിരുന്ന് പഠിക്കുമ്പോൾ പലപ്പോഴും ടോപ്പിക് ഡീവിയേറ്റ് ചെയ്ത് പോകാറുണ്ട്. അത് നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാവരുത്, സിസ്റ്റമാറ്റിക് ആവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് നേടാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും കുറച്ചധികം എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി കുട്ടികളെ സർവീസിലേക്ക് എത്തിക്കാൻ ഈ സ്ട്രാറ്റജി സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ട്രാറ്റജി നിങ്ങളോട് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, ഉപകാരപ്രദമാകും. ഇനിയും HSIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ CCയുടെ ക്ലാസ്സുകളിലും വരുന്നുണ്ട്. ബേസ് തൊട്ട് തന്നെയായിരിക്കും ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു തരുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് നേടാൻ സാധിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായ ഒരുപാട് അധ്യാപകർ, കഴിഞ്ഞ തവണ റാങ്ക് നേടിക്കൊടുത്ത അതേ അധ്യാപകർ തന്നെ CC ടീമിനോടൊപ്പം ഈ തവണയും HSI എക്സാമിനുണ്ട്. മറന്നു പോകേണ്ട, HSI സ്വപ്നം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു മികച്ച അവസരം തന്നെയായിരിക്കും. അപ്പം നോക്കിക്കോളൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് സ്റ്റാർട്ടപ്സ്? നോക്കിക്കോളൂ, സ്റ്റാർട്ടപ്സ് ആർ ഓഫൺ എ ന്യൂ കമ്പനി. സ്റ്റാർട്ടപ്സ് നീഡ്സ് ടു ബി വെരി ഇന്നോവേറ്റീവ്. Government of India launched Samarth scheme to support startup. Startups needs to grow quickly. നോക്കിക്കോ, സ്കീംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സ്കീംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 2022 കാറ്റഗറി. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കാറ്റഗറി നമ്പറിൽ HSI സോഷ്യൽ സയൻസ് ഒരിക്കൽ ചോദിച്ചു, പലപ്പോഴും ഉള്ള ഒരു മിഥ്യാധാരണയാണത്. പലവിധ എക്സാംസ് നടക്കാറുണ്ട്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്, NCA, ഇങ്ങനെ പല എക്സാംസ്, സർവീസിലുള്ളവർക്കുള്ള എക്സാംസ്. ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഔട്ട് കാണത്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൺലൈനായിട്ട് എക്സാംസ് നടത്താറുണ്ട് ഈ റീസെൻ്റ്ലി ഒക്കെ. അതൊക്കെ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഇത് നമ്മൾ ഇതിലൊരു റിസർച്ച് വിങ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഴയ ക്വസ്റ്റ്യൻസും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്നത്. 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെയുണ്ട്. അപ്പം ഇതും നിങ്ങൾ മനസ്സിലാക്കി പ്രോഗ്രാംസിനെ പറ്റി ക്ലാരിറ്റിയോടുകൂടി പഠിക്കണമെന്ന് മനസ്സിലായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻസിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റുകളും 2016 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് അനാലിസിസ്, ഓരോ പ്രാവശ്യവും PSC നടത്തുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആകും. എല്ലാത്തിൻ്റെയും ഓരോ പ്രാവശ്യം നടക്കുന്ന GK ക്വസ്റ്റ്യൻസും ഇനി തൊട്ട് അത് റീസെൻ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷം നടന്ന മുഴുവൻ GK ക്വസ്റ്റ്യൻസും കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നോക്കിക്കേ, ഇപ്പോൾ സ്റ്റാർട്ടപ്പിനെ പറ്റി ഞാൻ വളരെ കുറച്ചധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ നോക്കിക്കേ, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ കറക്റ്റ് ആണെന്ന് നോക്കുകയാണ്. പുല്ലുവണ്ടി അജിറ്റേഷൻ, മിശ്രഭോജനം, അച്ചിപ്പുഴ സമരം, മുക്കുത്തി സമരം, ഇതൊക്കെ ആ സമയത്ത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് 2022 സത്യം പറഞ്ഞാൽ ഇതൊരു പാറ്റേൺ ചേഞ്ച് തന്നെയായിരുന്നു. 2022 കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ക്രോസ് മാച്ചിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയി. പക്ഷേ HSI ചില പല ഉദ്യോഗാർത്ഥികളും ആ സമയത്തൊന്നും പാനിക്കായിട്ടുണ്ട്. കാരണം അവർ നേരത്തെ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടില്ല. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേറെ ഒരു HSI പരീക്ഷയിൽ കഴിഞ്ഞ തവണ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ 2016 HSI മാത്സ് ക്വസ്റ്റ്യൻസ് പോലും മാത്സിൻ്റെ ഒരു GK വന്ന സമയത്ത് അന്ന് ഞെട്ടിച്ചുകൊണ്ടാണ് വന്നത്. ആ ദിവസങ്ങളിൽ വരെ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആണത്, ഹൂ ഓതേർഡ് ഷോ യുവർ ടങ്. ഓക്കെ, ഷോ യുവർ ടങ് എന്ന് പറഞ്ഞ് 2016 ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും അത്യാവശ്യം ഒന്ന് ഇതെന്താണ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ, കാരണം ആ ലെവലിൽ ആ സമയത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നില്ല ഇത്. ഓക്കെ, അപ്പോൾ HSIയിൽ എപ്പോഴും HSI മാത്തമാറ്റിക്സിന് വേണ്ടി ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കുണ്ടർഗ്രാസാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ശരിക്കും ആ സമയത്ത് മാത്സിലെ ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ച് മാത്സ് പഠിച്ചു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അന്നൊന്ന് ഞെട്ടിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ പാറ്റേൺ ചേഞ്ചസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പഠിച്ചു തുടങ്ങുമ്പോൾ ബേസ് ലെവലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. GK ഒരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് CA പാർട്ടാണ്. പാരലി പഠിച്ചു പോകുക. ലാസ്റ്റ് മൊമെൻ്റ് ഒരു പുസ്തകം വെച്ച് വായിച്ചാൽ മാത്രമൊന്നും CA നമ്മുടെ മനസ്സിലേക്ക് കയറില്ല. CA പഠിക്കുമ്പോഴും ഇതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് പ്ലാൻസ് വേണം. GKയുടെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മാർക്കാണ് CAയ്ക്കും കിട്ടുന്നത്. സോ ഡെഫിനറ്റ്ലി CA നിങ്ങളുടെ ഒരു വലിയ കോർ ഏരിയ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
CAയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ GK തുടങ്ങി വെക്കാൻ സഹായകരമായ കുറച്ച് ടിപ്സുകളുണ്ട്. ഇനിയും വീണ്ടും പറയുന്നു, ലാസ്റ്റ് ഡേറ്റ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. HSA എക്സാമിന് വേണ്ടി ഒരുപാട് ഡൗട്ടുകളുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുന്നു, HSA നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി HSA എക്സാം ഓറിയന്റേഷൻ പ്രോഗ്രാമുമായിട്ട് കോഴിക്കോടേക്ക് ഞങ്ങൾ എത്തുകയാണ്. ഈ വരുന്ന 18 കോഴിക്കോട് വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ ഉദ്യോഗാർത്ഥിയും പങ്കെടുക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. എക്സലൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് കിട്ടും. നിങ്ങളുടെ സീനിയേഴ്സ് റിസൾട്ട് പഠിച്ച രീതി, അവരുടെ റാങ്ക് ഹോൾഡേഴ്സ് എങ്ങനെയാണ് ഒരു റാങ്ക് ക്രിയേറ്റ് ചെയ്തത്, ഇതൊക്കെയും ഞങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ജോയിൻ വിത്ത് us. ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കാം, എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നേരിട്ട് കാണാം, ഞാനും ഉണ്ടാകും പ്രോഗ്രാമിന്. മറന്നു പോകേണ്ട, നല്ലൊരു ദിവസമാകട്ടെ. ഇന്നു മുതൽ പഠിച്ചു തുടങ്ങാം. HSA എന്ന സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും, അത് തീർച്ചയാണ്.